അമേരിക്കയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു മണ്ടനായിട്ട് അവതരിപ്പിക്കുന്ന ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ്. നമ്മുടെ ജോയ് ബൈഡൻ ആണ് ആക്ച്വലി യഥാർത്ഥത്തിൽ കഴിവുകേട്ട പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റായ ജോയ് ബൈഡൻ. അദ്ദേഹം എന്താണ് ലോകത്തിന് നൽകിയത്? ഒന്നും നൽകിയില്ല. അദ്ദേഹത്തിന്റെ പ്രസിഡൻസിയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നതും അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നത്. ഇതിലൊന്നിലും ഒരു രീതിയിൽ അമേരിക്കയ്ക്ക് ഇടപെടാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കഴിവുകെട്ട പ്രസിഡന്റ് ആണെന്ന് പറയേണ്ടി വരും. അതേസമയത്ത് ട്രംപ് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുക. ട്രംപിന്റെ ആദ്യത്തെ ടൈം 2016 തൊട്ട് 20 വരെ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തു. അതായത് ഇസ്രായേലിന്റെ വിമാനങ്ങൾക്ക് സൗദിയുടെയും UAE-യുടെയും ആകാശത്തൂടെ പറക്കാനുള്ള അനുമതി പോലും ഇല്ലായിരുന്നു. അത്രയും ശത്രുതയായിരുന്നു. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാവരും ഒരുമിച്ച് അടുപ്പിച്ച് ഇപ്പൊ ഇസ്രായേലിന്റെയും UAE-യുടെയും രാഷ്ട്രത്തലവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ സന്ദർശിക്കുന്ന അവസ്ഥ വരെ എത്തി. അതിന് അബ്രഹാം എഗ്രിമെന്റ് എന്നൊരു എഗ്രിമെന്റ് അദ്ദേഹം കൊണ്ടുവന്നു. പിന്നീട് ഇപ്പൊ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പോൾ സൗദിയായിട്ടും UAE ആയിട്ടും ഒക്കെ ഇസ്രായേലിന്. പക്ഷേ അവരുടെ ബന്ധം നോർമലാക്കാൻ അന്ന് ട്രംപിന് കഴിഞ്ഞിരുന്നു. അതുപോലെ നോർത്ത് കൊറിയ തെമ്മാടി രാജ്യം എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന് സിംഗപ്പൂരിലെ സെന്റോസ് ഐലൻഡിൽ കൊണ്ടുവന്നിട്ട് സമാധാന ചർച്ച സൗത്ത് കൊറിയൻ പ്രസിഡന്റിനൊപ്പം ഇരുത്തി നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനിയിപ്പോൾ റഷ്യ യുക്രൈൻ വാർ അദ്ദേഹം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള നടപടികൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. ജാനുവരി 20-ന് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ മിടുക്കനായ ഒരു പ്രസിഡന്റാണ് ട്രംപ്.